ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ മാത്യു. ഹൂസ്റ്റണിൽ വന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ ഇവിടെ ഗ്രേറ്റർ ഹൂസ്റ്റണിലെ CSI സെൻറ്റ് തോമസ് പള്ളിയിൽ ഇന്ന് ആരാധന അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ദൈവകൃപയാൽ സാധിച്ചു. സഭ ഒന്നടങ്കം എന്നെ വാമായിട്ട് വെൽക്കം ചെയ്തു. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. എന്നെ ഉൾക്കൊള്ളുന്നതിനും ആദ്യത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതിനും സഭയ്ക്ക് സാധിച്ചു. സഭയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞാൻ ബേസിക്കലി ഐ എം ഫ്രം സൗത്ത് കേരള ഡയോസിസ് ബട്ട് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂർ എബനീസർ മലയാളം CSIയുടെ ചർച്ച് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ എബനീസർ മലയാളം CSI സഭയുടെ എല്ലാ ഭാവങ്ങളും ഗ്രേറ്റർ ഹൂസ്റ്റൺ സെൻറ്റ് തോമസ് സഭയ്ക്ക് നേരുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ മെമ്പേഴ്സിനുള്ള അന്വേഷണങ്ങളും സഭയ്ക്ക് അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ഫാമിലി ബാംഗ്ലൂരിലാണുള്ളത്. ഭാര്യയുടെ പേര് രശ്മി. 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ എൻജിനീയറിംഗ് 3rd ഇയർ ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ അതുൽ മാത്യു, അവനിപ്പം 9th ഗ്രേഡ് ചെയ്യുന്നു. മൂത്ത മകൻ്റെ പേര് ആശിഷ് മാത്യു, രണ്ടാമത്തെ മകൻ്റെ പേര് അതുൽ മാത്യു. ഹൂസ്റ്റണിൽ എനിക്ക് ഇൻട്രാ ഓഫീസ് ട്രാൻസ്ഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 6 to 9 months ഞാനിവിടെ കാണും. അത്രയും കാലം ഈ സഭയായിട്ട് ചേർന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇത്രത്തോളം എന്നെ വെൽക്കം ചെയ്ത എല്ലാ സഭാംഗങ്ങളുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. സ്വദേശവും പേരൻസും ഒക്കെ ഒന്ന് പറയാം. എൻ്റെ സ്വദേശം ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ സൗത്ത് കേരള ഡയോസിസ് ആണ്. അവിടെ റസാല മെമ്മോറിയൽ CSI ചർച്ച്, നെല്ലിക്കാക്കുഴി CSI ചർച്ചിലെ മെമ്പേഴ്സാണ്. എൻ്റെ പാരൻസും ഞങ്ങളെല്ലാം അവിടുത്തെ മെമ്പേഴ്സാണ്. പാരൻസ് സെൽവദാസ്, അമ്മയുടെ പേര് ഗ്ലോറി. അവരിപ്പോഴും നാട്ടിൽ തന്നെയാണ്. എനിക്കൊരു സിസ്റ്ററാണുള്ളത്. സിസ്റ്റർ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ബ്രദറിലായും ഗവൺമെൻറ് സർവീസിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നു. സിസ്റ്റർ സിവിൽ സപ്ലൈസിൽ വർക്ക് ചെയ്യുന്നു. അവർക്കും 2 മക്കളാണുള്ളത്. അവരും ട്രിവാൻഡ്രത്താണ് സെറ്റിലായിട്ടുള്ളത്. ഞാൻ മാത്രമാണ് ബാംഗ്ലൂരിലേക്ക് വരികയും സാധിച്ചത്. ഇപ്പം ഇവിടെ ഹൂസ്റ്റണിലായിരിക്കാനും സാധിച്ചത്. ഈ പള്ളിയിലെ അച്ഛൻ ബെന്നി അച്ഛനുമായിട്ട് എങ്ങനെ പരിചയം? ബെന്നി അച്ഛൻ അവിടെ MTH പഠിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ആരാധന കൂടുന്നതിന് വരുമായിരുന്നു. അവിടെ തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോഴും എനിക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്. വളരെ അർത്ഥവത്തായ മെസ്സേജ് ഞങ്ങളുടെ പള്ളിയിൽ തരുന്നത് ഇപ്പോഴും നന്ദിയോട് ഓർക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ എല്ലാ ആരാധനയിലും സെക്കൻഡ് സൺഡേ ഉള്ള ആരാധനയിൽ ഉണ്ടാവും. അച്ഛൻ ഞങ്ങളുടെ സഭയിലെ ഒരു മെമ്പറെ പോലെ തന്നെ ഞങ്ങളെ അപ്പോൾ അച്ഛനെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ അന്ന് മുതൽ എനിക്കറിയാം. ഇവിടെ വന്നിട്ട് അച്ഛനോടുള്ള സൗഹൃദം പുതുക്കുന്നതിന് എനിക്ക് സാധിച്ചു. അതും ഞാൻ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുന്നു. ഈ സഭയിൽ വേറെ ആരെയൊക്കെ സക്രിയ സാറിനെ അറിയാമെന്ന് പറഞ്ഞാൽ അല്ലേ? എനിക്ക് ഇവിടെ സെക്രട്ടറി അല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇവിടുത്തെ സക്കറിയ ഉമ്മൻ നൈനാൻ അങ്കിളിനെ എനിക്കറിയാം. അറിയാമെന്ന് വെച്ചാൽ അങ്കിളിൻ്റെ ട്വിൻ ബ്രദർ ഉമ്മൻ നൈനാൻ അങ്കിള്, കൊടുകുളഞ്ഞി സ്വദേശിയായ ഉമ്മൻ നൈനാൻ അങ്കിളിൻ്റെ മകൻ വിനോദ് ഉമ്മൻ നൈനാൻ ഞങ്ങളുടെ എബനീസർ മലയാളം CSI ചർച്ചിലെ വളരെ ആക്റ്റീവ് മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലാണ് വിനോദ് താമസിക്കുന്നത്. വിനോദും വൈഫ് ലീനയും മക്കളായ ജോഹനും നേതനും താമസിക്കുന്നത്. ഞങ്ങളവിടെ വളരെ സന്തോഷത്തോടെ നല്ലൊരു കുടുംബത്തിന് നല്ലൊരു താങ്ങായി ഇപ്പോഴും ഞങ്ങൾക്ക് വിനോദുണ്ട്. വിനോദും അങ്ങനെയാണ് ഞങ്ങൾ സക്കറിയ അങ്കിളിനെ അറിയാവുന്നത്. ഹൂസ്റ്റണിലെ ക്ലൈമറ്റ് എങ്ങനെ തോന്നി? ഹൂസ്റ്റണിലെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ബാംഗ്ലൂർ ക്ലൈമറ്റ്, ബട്ട് ഐ ലൈക്ക് ദി വേ ഇറ്റ്സ് ഓർഗനൈസ്ഡ് ഹിയർ. Bangalore is something kind of a chaotic kind of thing, traffic kind of thing. I could not see that kind of stress here. So everyone is they are working on their own way. Roads are wide and traffic is less, so it is very good to drive here. That infrastructure I like very much the first day itself. So compared to Bangalore, it's almost good. Weather-wise, it's good, as well as the road traffic and other things well organized. I just came for last 1 year, so I am eager to learn more about Houston. So that I'll use this church also for the same thing. Thank you, Selvin. Anything more to add about Houston or Texas or anything? I just started exploring Houston. The first day I explored here. സഭാ മെമ്പറിലെന്നൊക്കെ നല്ല രീതിയിൽ എന്നെ വന്ന് പരിചയപ്പെട്ടു. അവരുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഹ്യൂസ്റ്റൺ വോയിസിന് വേണ്ടി സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.